അതെ, ഒന്ന് മിണ്ടായിട്ടോ. ഇതെന്നത്? ഇത് ക്ലാസ്സോ അത് ചന്തയോ? അറിയാൻ പാടത്തോണ്ട് ചോദിക്കാം. എടാ എൽബിനെ, നിന്റെ സൗണ്ട് അങ്ങ് സ്റ്റാഫ് റൂം വരെ കേൾക്കാല. എന്ത് സൗണ്ട് അത്? ഈ ക്ലാസ്സിലെ ലീഡർ ആരാണ്? അനു, നീയല്ലേ? അന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? വർത്താനം പറഞ്ഞ പിള്ളേരെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ, നീ കൂടിക്കോ വർത്താനം പറയാം. നിങ്ങൾ ലീഡർ ആക്കിയേക്കണ വർത്താനം പറയുന്ന പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ട് അടുത്ത പീരീഡ് ഏത് ടീച്ചറാണോ ടീച്ചർ വരുമ്പോൾ പറയാനാണ്. ഒരു ഇത്തിരി നേരം അങ്ങ് ടീച്ചർമാരങ്ങ് മാറി നിൽക്കും. ഇവിടെ കിടന്ന് എന്താ ഒച്ച അവിടെ? എടുത്തെടുത്ത് എല്ലാവരും പുസ്തകം എടുക്കെടുക്കെടുക്ക. പുസ്തകം കൊണ്ടാക്കാനുണ്ടോ? ആരുള്ളത്? വേഗം വേഗം ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഔട്ട് ഔട്ട് ഔട്ട്. ആരെങ്കിലും പുസ്തകം കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങി നിന്നോളാം. ഓരോരുത്തരുടെ അടുത്തേക്ക് ഞാൻ വരാൻ ഇട വരുത്തരുത്. ആരൊക്കെ പുസ്തകം കൊണ്ടാകുന്ന പുറത്തേക്ക് ഇറങ്ങിക്ക്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ, സിറ്റ് ഓൺ സിറ്റ് ഓൺ. എല്ലാവരും ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യാതിരുന്നേ? നാളെ വരുമ്പോൾ അതും കൂടി ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ഇരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? പുസ്തകം കൊണ്ടുവന്നില്ലേ? അടുത്തിരിക്കുന്ന ആളുടെ നോക്കി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ ആരെങ്കിലും പുസ്തകം കൊണ്ടുവരാത്തുണ്ടോ? ഓ, കുറേ പേരുണ്ടല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എടാ, മോൻ്റെ പേരെന്തായിരുന്നു? ആ, ആൽവിൻ. വരൂ. മോൻ അപ്പുറം ക്ലാസ്സിൽ പോയി. എത്ര പേർക്ക് ടെക്സ്റ്റ് ഇല്ലാത്തെന്ന് വെച്ചാൽ എത്ര പേരുണ്ട്? ഇന്ന് എഴുന്നേറ്റ് നിന്ന് ടെക്സ്റ്റ് ഇല്ലാത്തവരെന്ന് എഴുന്നേറ്റ് നിന്ന് 9 പേര്. 9 ടെക്സ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ, 9 ടെക്സ്റ്റ് മേടിച്ചിട്ടുണ്ട്. വേഗം വരണേ. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കേട്ടോ. ഓടിച്ചില്ലേ? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ആ, എല്ലാവരും ബുധനാഴ്ച ആയതുകൊണ്ട് നല്ല കളർഫുള്ളിലാണല്ലോ വന്നേക്കണേ. കളർഫുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ. പഠിച്ചിട്ടുണ്ട് എല്ലാവരും? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കണ്ടാൽ മതി കേട്ടാ. നമ്മളപ്പോൾ ഇന്നലെ എവിടെ വരെയൊക്കെ പഠിച്ചു നിർത്തിയത്? സ്വപ്നയ്ക്ക് പുതിയ മാലയൊക്കെ മേടിച്ചു തോന്നുന്നില്ല. കാണിച്ച്. നല്ല. എന്നാടാ? ഓ, ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും അവന് തുടങ്ങി. പിള്ളേരൊക്കെ കണക്കാ. അമ്മു, ഓ ഒന്ന് നിർത്താമോ? ഞാൻ ഇപ്പം ക്ലാസ് എടുക്കണോ അതോ വേണ്ടേ? നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ. പറയേ, ക്ലാസ് എടുക്കണോ? കേട്ടില്ല. എടുക്കണോ വേണ്ടേ? എനിക്ക് ഞാനിവിടെ ഇരിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾ എന്നാന്ന് ചെയ്ത് വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കണമെന്നല്ല നിങ്ങൾ പറഞ്ഞു. മാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ക്ലാസ് പഠിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എന്നോട് ക്ലാസ് എടുക്കണ്ടെന്ന് പറയുവാണ്. പ്രിൻസിപ്പാളോട് പറയണോ? വേണ്ടേ? ഓക്കെ, ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇനി ആരും വിശേഷം ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ആദ്യം ഈ ചാപ്റ്ററൊക്കെ തീരട്ടായിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം അമ്മു ഇന്നലെ പഠിപ്പിച്ചത് തൊട്ടൊന്ന് വായിച്ചേ. കഴിഞ്ഞ നമ്പർ. അപ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സിറ്റ് ഡൗൺ. അപ്പോൾ ഉണ്ടല്ലോ, അടുത്ത മൺഡേ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ പാഠങ്ങളൊക്കെ തീർന്ന് ഇന്ന് മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു 6 ഗ്രൂപ്പുകളായിട്ട് തിരിയാം. അപ്പം 6 ഗ്രൂപ്പായിട്ട് തിരിയുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഏകദേശം പഠിക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് പഠിക്കാനുള്ളൊരു സമയം തരും. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് തരാം. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പ് തിരിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ പേപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഓരോ ഗ്രൂപ്പായിട്ട് കൈമാറി പോകും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ നമ്പർ എടുത്തേ. 6 വരെ എണ്ണ. 1 1 2 3 4 5 6. 1 1 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3 4 6. ഓക്കെ. അപ്പോൾ ഈ 6 വരെയുള്ള ഓരോരുത്തർ ഗ്രൂപ്പായിട്ട് ഞാൻ 1 എടുത്തേക്കുന്ന എല്ലാവരും ഗ്രൂപ്പ് 2 എല്ലാവരും ഗ്രൂപ്പ് ഇട്ട് കേട്ടോ. അതാ ക്വസ്റ്റ്യൻ പേപ്പർ അറിയില്ലായിരുന്നു. ഓക്കെ, ഓരോരുത്തർ ഗ്രൂപ്പ് മാറി കൊടുക്കും കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവണ്ടേ? ഗ്രൂപ്പ് എല്ലാവരും ഓക്കെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നീ ഇപ്പം എന്തിനാ വർത്താനം പറഞ്ഞു? എണീറ്റ് കഴിഞ്ഞിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞോണെന്ന് അറിയോ? എണീറ്റേ. ഏത് പുസ്തകം കയ്യിലിരിക്കണേ? ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇംഗ്ലീഷാണ്. നീ ഇപ്പോൾ ഏതാ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണേ? കൈ എണീച്ച്. എത്ര പ്രാവശ്യം പറഞ്ഞു? നീ ഇപ്പം എന്തിനാ വർത്താനം പറഞ്ഞേ? കൈ എണീക്കടാ. ഒരു പ്രാവശ്യം പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കില്ല. എല്ലാവരും എടുത്താ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഏത് ക്വസ്റ്റ്യനാന്നാ? ഇപ്പം നിന്റെ ചാപ്റ്റർ ഒന്ന് കാണിച്ച്. കൈ എണീച്ചടി. വെറുതെ ഇരിക്കണു പിള്ളേരെ. പഠിക്കാൻ വന്നേക്കണേ അല്ലേ? ഇവിടെ എന്ത് കാണാൻ വേണ്ടി വന്നേക്കണേയാണ്? ഇനി ആരുടെങ്കിലും കയ്യിൽ ഇംഗ്ലീഷിൽ പുസ്തകം ഇല്ലാത്തതുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്നേ. നിരനിരയായിട്ട് നിന്നോ. ബാ. ഓ, നിൻ്റെ ഇത് ആരടി മുടിയൊക്കെ ഇട്ടി വെച്ചെന്നേണേ? ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവുമല്ലോ ഈ പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടാൻ വേണ്ടി.
പുസ്തകം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. പിന്നെ ഇങ്ങനെ സമയം കിട്ടണേ തലമുടി കെട്ടണമെങ്കിൽ 1 മണിക്കൂർ വേണം. പിന്നെ ഈ പുസ്തകം എടുത്ത് വയ്ക്കാൻ സമയം ഉണ്ടാവില്ല. കൈ കാണിക്കടാ കൈ കാണിക്കടാ.